യാത്രയൊക്കെ കഴിഞ്ഞ് ബന്ദിപൂര് പറഞ്ഞ സ്ഥലത്തിന്റെ കുറച്ചിപ്പുറത്ത് അഥവാ മൈസൂര് കാട് തുടങ്ങുന്നതിന്റെ തൊട്ടുപ്പുറത്ത് വെച്ചിട്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നത്. അവിടെ തന്നെ പോയിക്കാൻ കാരണം 9 മണിയാകുമ്പോഴത്തേനും എന്താവും അവിടെ അടക്കും. നല്ല രസാട്ടോ ഇതിലുള്ള യാത്ര. രാത്രി വേണ്ട, പകല് പോയിക്കൊണ്ടോ നല്ല രസാണ് അതിലൂടെയുള്ള യാത്ര. എന്തോ റാഹത്തരങ്ങ കൊറേ മൃഗങ്ങളൊക്കെ കാണാം, ആന കാണാം, പിന്നെ പുള്ളിമാന കാണാം, കൊറേ കാട്ടുപോത്തിനെ കാണാം, കൊറേ മൃഗങ്ങളെ കാണാം, കടുവനെ കാണാം. പേടിണ്ടാ? എന്നാലും അൽഹംദുലില്ലാ ലൈവ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി ഇനിയിപ്പോ എന്താ ചെയ്യാ ലൈവ് മുടങ്ങാനും പറ്റില്ല. അതായത് കാട് വിട്ട് കടക്കും വേണം. 9 മണിയായി കാട് അടക്കും, ഗേറ്റ് അടക്കും. പിന്നെ രാവിലെ വരെ അവിടെ ഇരിക്കണ്ടേ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് പോയി ലൈവ് ഇല്ല സ്ഥലം ഇങ്ങനെ ലൈവിന് റേഞ്ച് ഇല്ല സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു. ലൈവ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ സാധാരണ നെറ്റ് മതി, പക്ഷെ ലൈവ് കൊടുക്കണമെങ്കിൽ സാധാരണ നെറ്റ് പോരാ. സാധാരണ നെറ്റ് പോരാന്ന് പറഞ്ഞാല് കുറച്ച് നെറ്റ് ഫാസ്റ്റ് ഉള്ള സ്ഥലമാണ്, നല്ല ഫാസ്റ്റ് ഉള്ള സ്ഥലമാണ്. നല്ല ഫാസ്റ്റ് ഉള്ള സ്ഥലം അല്ലെങ്കിൽ എന്താവും കട്ടാവും, ലൈവ് കട്ടാവും, കേൾക്കുന്ന ആളുകൾക്ക് കിട്ടും. അപ്പൊ ആ ലൈവിനുള്ള നല്ല റേഞ്ചിൽ നല്ല ഫാസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഏരിയയിൽ കണ്ടുപിടിച്ചു. അവിടെ തന്നെ വാഹനം നിർത്തി അവിടുന്ന് ലൈവ് നടത്തി. അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖോടുകൂടി 8:45 പിന്നെ വണ്ടി എടുക്കല്ലാതെ വേറെ മാർഗമില്ല. കാരണം 9 മണിക്ക് അവിടെ ഷട്ടർ ക്ലോസ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് 8:45 8:55 ആയപ്പോ നമ്മളാ കാർഡ് പാസ് ചെയ്തു. അപ്പൊ ഉള്ളിലെത്തി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കിട്ടൂലല്ലോ. അപ്പൊ അവിടെയാണ് നെറ്റ് ഓഫ് ആയത്, ലൈവ് കട്ടായത്. മനസ്സിലായോ? അപ്പൊ അവിടെ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും എന്നാണ് ഉസ്താദ് വിശ്വസിക്കുന്നത്. ഞങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ചൊല്ലിയില്ലേ? അൽഹംദുലില്ലാ അല്ലാഹു കബൂലാകട്ടെ. എന്നാലും അള്ളാഹനെ നമ്മൾ എത്ര സ്തുതിക്കണം കേട്ടോ. കാരണം ലൈവ് നടന്നല്ലോ. സുബഹി ആയപ്പോത്തിന് എത്തി, വീട്ടിലെത്തി. സുബഹിയുടെ ടൈം ആയപ്പോത്തിന് വീട്ടിലെത്തി. യാത്രയൊക്കെ റാഹത്തായി 2 ദിവസം. അൽഹംദുലില്ലാ. പിന്നെ നല്ല യാത്ര. നമ്മുടെ കൂട്ടുകാരന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി. കൂട്ടുകാരൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ പോരുന്ന സമയത്താണ് കൂട്ടുകാരന്റെ ഫോൺ കോൾ വന്നത്. സാധാ സുഖാണോ എന്ന് ചോദിച്ചിട്ട് വലിയ സന്തോഷമായി. കേട്ടപ്പോ വലിയ സന്തോഷമായി ശബ്ദം കേട്ടപ്പോ. അൽഹംദുലില്ലാ റാഹത്തായി. ഞങ്ങൾ അത്ര അടുത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം ഓഫീസ് വരെ ലീവാക്കി ഞാൻ പോയത്. അത് അത്രയും ബന്ധമാണ്. അത്രയും ബന്ധം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ മരണപ്പെട്ട സമയം എന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് അന്ന് അറിവിനിലാവുന്ന തുടങ്ങിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയത് 2 കൂട്ടുകാരാണ്. പിന്നെ ഓല് ഫുൾ ടൈമിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഞാൻ കബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കബറിന്ന് ഞാൻ മുകളിലേക്ക് കേറുന്നത് ഓലെ കൈ പിടിച്ചിട്ടാണ്. അത്രയും അടുത്ത ബന്ധങ്ങൾ, അത്രയും അടുത്ത ബന്ധം. ഒരു നല്ല സൗഹൃദ ബന്ധമാണ്. ഉള്ളില് ചതിയില്ല, വേറെ ഒരു ഉദ്ദേശമല്ല. അങ്ങനെ നല്ലൊരു സ്നേഹബന്ധമാണ്. അള്ളാഹു ഈ ബന്ധങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. അങ്ങനത്തെ ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും പലർക്കും. അങ്ങനത്തെ ആത്മബന്ധങ്ങൾ വേണം ഏത് സമയത്തും. അതാണല്ലോ അവർക്കൊരു വിഷമം വരുമ്പോ അത് നമ്മുടെ കൂടി വിഷമാണ്, അത് നമ്മുടെ കൂടി പ്രയാസമാണ്, നമ്മുടെ കൂടി സങ്കടമാണ്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഓൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. രാവിലെ 9 മണിക്കാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതിന്റെ മുന്നേ സുബൈക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. സുബൈക്ക് അവിടെ എത്തി. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ബോധം തെളിഞ്ഞു എന്നറിഞ്ഞേക്കാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നത്. നേരെ മൈസൂരിൽ പോയി. മൈസൂരിൽ ഞാൻ സ്ഥലം പറയും നഞ്ഞങ്ങാടി, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ അമീർ ഖാന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് അങ്ങോട്ടാണ്. ആ വീട്ടിൽ ചെന്നു. നമ്മളെ മജ്‌ലിസ് കേൾക്കുന്ന കുടുംബാണ്. അള്ളാഹുൽക്ക് ബർക്കത്തായിട്ട് അമീർ ഖാൻ, അവരുടെ ഭാര്യ, അവരുടെ പെങ്ങള്, അവരുടെ തമ്മോശന്, അവരുടെ ഭർത്താവ്, മക്കള്, അവിടുത്തെ മക്കള്, മരുമക്കള്, പേരമക്കള്, അൽഹംദുലില്ലാ അങ്ങനെ അവരുടെ ഒരു വീടിന് കുറ്റിയടിക്കണം എന്നുള്ളത് പോലെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ അവിടെ വീടിനെ കുറ്റിയടിച്ചു. അൽഹംദുലില്ലാ ഇപ്പുറത്ത് തന്നെ കുഴൽക്കിണർ കുഴിക്കാണ്ട് അവിടെയും കുറ്റിയടിച്ച് അവിടെ നിന്ന് ദുആ ചെയ്ത് നമ്മള് അത് കഴിഞ്ഞേക്ക് തന്നെ കുഴൽക്കിണർ അടി തുടങ്ങി ചെയ്തു പോലെ. അൽഹംദുലില്ലാ വെള്ളടി തുടങ്ങി. നമ്മളാ ബന്ദിപൂര് കാടിന്റെ അവിടെ എത്തി.
എത്തി. അവിടെ ലൈവിന് ഞാൻ ഇബ്രാഹിക്ക് ഇങ്ങനെ ലൈവിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കാണ്. അപ്പോഴാണ് ഓല് ഫോട്ടോ അയച്ചു തരുന്നത്. ഉസ്താദെ അൽഹംദുലില്ലാ, ഇപ്പൊ ദ്വാരന്ന് പോയ സ്ഥലമാണല്ലോ, അൽഹംദുലില്ലാ ഉസ്താദെ വെള്ളം കണ്ടിട്ടോ എന്ന് പറഞ്ഞ് നല്ല വെള്ളം 300 അടിയോളം താത്തിയാൽ വെള്ളം കിട്ടും പറഞ്ഞ് അൽഹംദുലില്ലാ ഒരു 150-60 ആയപ്പോ തന്നെ നല്ല വെള്ളം കിട്ടി. നല്ല സന്തോഷം അറിഞ്ഞു. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആ വീടിന്റെ കുടിൽക്കൽ കഴിഞ്ഞിട്ട് അവിടെ അറിഞ്ഞില്ലാവ് ലൈവ് നടത്താൻ പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ ഇടയ്ക്ക് നല്ല ക്ഷീണം